ഹായ് ഫ്രണ്ട്സ്, മൈ ഫാം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കുറച്ച് ഫിഷിനെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ കൊറിയറിൽ നിന്ന്. ഫിഷ് വന്നിട്ട് ലൈവ് ഫിഷ് വന്നിട്ടുണ്ട്, വന്ന് മേടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ കണ്ടത് ഷ്രിംസിനെയാണ്. കുറച്ച് ഷ്രിംസ് ഉണ്ട്, ബ്ലൂവും ഓറഞ്ചും ഷ്രിംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ ഗിവ്അവേയിൽ വിജയിച്ചിട്ടുള്ള ആളാണ് നമുക്ക് ഈ ഷ്രിംപിനെ അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സന്തോഷം, അവരൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ഷ്രിംപിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബെറ്റാവിഷിൻ്റെ കുട്ടികൾ കണ്ടില്ലേ, ഈ ടാങ്കിലേക്ക് മാറ്റിയപ്പോൾ ചെറിയ ഗ്രോത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മൊയിനെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൊയിനെയും കുറച്ച് കൂത്താടികളെയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, പലതരം ഫിഷ് ഇറങ്ങിയിട്ടുണ്ട്, പല കളറിലുള്ള വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളതൊക്കെ. എന്തായാലും പെയറുകൾ ആക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. എന്തായാലും പെയറുകളായി വരട്ടെ. ഇപ്പം എന്തായാലും നമുക്ക് മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാറായിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആ നേരത്തെ നമുക്ക് നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ജോഡികളെ നോക്കി തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഞാനതും ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗിവ് അവേ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയുള്ളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഏത് വീഡിയോയിലേക്ക് ഗിവ് അവേ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗിവ് അവേയുടെ റൂൾസൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ഒന്ന് പങ്കെടുത്ത് ജയിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല നല്ല ഫിഷുകളെ നിങ്ങൾക്ക് ഞാൻ ഗിവ് അവേയിൽ കുറേയായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പുതിയ ഫിഷിനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കൊറിയർ ഒന്ന് ഓപ്പണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വന്നപ്പോൾ തന്നെ എടുത്ത വീഡിയോയാണ്. ഇതിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. ഇതിലെന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണമല്ലോ. അതുപോലെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഇടയ്ക്ക് ഡെഡ് ആവാനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിലിടാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വീഡിയോ ഇങ്ങനെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം തുറന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഷ്രിമ്പാന്ന് മനസ്സിലായി. എന്നോട് ആദ്യം ആൾ പറയാതെയാണ് ഇത് അയച്ചത്. ആൾ മുമ്പൊരു വീഡിയോയിൽ കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ അയച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിപ്പോൾ എനിക്കിപ്പോൾ കൊറിയറായിട്ട് എനിക്ക് ഫിഷിനെ അയച്ചു തന്നേക്കണം. എന്നോട് പറയാതെയാണ് അയച്ചത്. എന്തായാലും സാധനം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും നല്ല അടിപൊളി ഫിഷിനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ച് ഷ്രിമ്പും പിന്നെ ബ്ലൂ ഷ്രിമ്പുമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഷ്രിമ്പുകൾ തന്നെ ആയിട്ട് നല്ല ആക്റ്റീവാണ്. നല്ല ഡെഡും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. അതുപോലെ ഒരു ചെറിയൊരു പ്ലാന്റൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്, വരണ വഴിക്ക് തിന്നാൻ വേണ്ടിയാണ് പ്ലാന്റൊക്കെ വെച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഞാനെന്തായാലും ഷ്രിമ്പിനെ വളർത്തി പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഷ്രിമ്പിനെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വളർത്താൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇനി വേണം ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് പ്രിപ്പയർഡ് ആയിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേണം ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല, അതിനുള്ള സമയമില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം. അതുകൊണ്ട് ടാങ്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അതിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. കാരണം ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. മുമ്പേ അറിഞ്ഞില്ല എന്ത് ഫിഷാണ് വരുന്നതെന്ന് പറയുന്നത്. എന്തെങ്കിലും വരുന്നതായിട്ടൊന്നും അറിയണമെന്നുണ്ടായിരുന്നില്ല, വന്നതിന് ശേഷം അറിഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന 2 ടാങ്കുകളിലായിട്ടാണ് നമ്മൾ ഈ 2 ഷ്രിംസിനെ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ വീടിനകത്താണ്, കുറച്ച് വെളിച്ചക്കുറവുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെന്താ പറയുക, ഇത്തിരി സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് ഒരുപാട് തവളകളുടെ ശല്യമുള്ളതുകൊണ്ട് അവർ ഈ ഷ്രിമ്പിനെ പിടിച്ച് തിന്നാനുള്ള ചാൻസ് ഉള്ളതാണ് ഞാൻ വീണ്ടും അകത്തേക്ക് കയറ്റിയിട്ടുള്ളത്. പിന്നെ 2 കളറുള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് 2 ടാങ്കിൽ വളർത്തണം. എന്നിട്ട് കുട്ടികളുണ്ടാകുമ്പോൾ അവരെ മാറ്റി വിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവരുടെ കൂടെ തന്നെ ഒരുമിച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, കുട്ടികളുണ്ടാകുമ്പോൾ മാറ്റിയിടണം. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന പോലെ ഏകദേശം ഒരു 1 ഇഞ്ച് ഹൈറ്റിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ണല്ല, ചരൽ മിക്സ് ആയിട്ടുള്ള മണ്ണാണ്. ഈ മണ്ണ് എടുത്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പോൾ റോഡുകളിലൊക്കെ ഒലിച്ച് വരുന്ന മണ്ണുണ്ടല്ലോ, അത് ഞാൻ റോട്ടിൽ നിന്ന് ചൂല് വെച്ച് അടിച്ചു വാരി കോരി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫോക്സ് സ്റ്റൈൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഹെയർ ആൽഗ കൂടി ഉണ്ട്. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഇവർക്ക് ഫീഡായി കൊടുക്കാൻ പോകുന്നത് പ്രിൻസിവിൻ ആണ് കൊടുക്കാൻ പോകുന്നത്, വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഇതിൽ കിടന്ന് വളരട്ടെ. ഈ വെള്ളം കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടണം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇതിൽ കിടന്ന് വളരട്ടെ. ഇതിന്നൊരു കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് വേറെ ടാങ്കിലേക്ക് മാറ്റാം. എന്നിട്ട് കുട്ടികൾ കുറച്ച് വലുതാകുമ്പോൾ അതും ഗിവ് അവേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗിവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഇവിടെ ഓരോ പരിപാടികളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുണ്ടാവട്ടെ, വളരട്ടെ, വലുതാവട്ടെ, നമുക്ക് ഗിവ് അവേ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെയും ലൈക്കുകളായിട്ടൊക്കെ എനിക്ക് അറിയണം. അപ്പോൾ എന്നാലാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ ഗിവ് അവേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫിഷുകളെ ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാം.
അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഫിഷിനെയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ടെമ്പറേച്ചറും പിന്നെയും നല്ല ചൂടത്താണ് ഇവർ വന്നിട്ടുള്ളത്. നല്ല വെയിലത്താണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ കൊറിയർ എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിലത്താണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നല്ല എന്താ പറയുക, വെള്ളം കുറച്ച് ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് തണുക്കട്ടെ. അപ്പോൾ ഈ കാണുന്നത് നല്ല ബ്ലൂ ആണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലൂ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല ഡാർക്ക് ബ്ലൂ തന്നെയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഡാർക്ക് ബ്ലൂ ആണ്. ബോഡിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലൂ ഒരേപോലെ കാണുന്നുണ്ട് കേട്ടോ. ഏതിലൂടെ കുറച്ച് സൈഡിൽ ഫെയ്ഡായ പോലെയോ അങ്ങനെയൊന്നുമില്ല. നല്ല രസത്തിന് നന്നായിട്ട് ബോഡി ഫുള്ള് ആ ഒരു ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഈ ഒരു ടാങ്കിലേക്കാണ് ഞാൻ വെക്കുന്നത്. ആദ്യത്തെ ടാങ്കിലേക്ക് കേട്ടോ. പിന്നെ ഈ രണ്ടാമത് വന്നിട്ടുള്ള ഷ്രിമ്പ് നല്ല ഓറഞ്ച് ഷ്രിമ്പാണ് കേട്ടോ. എനിക്ക് റെഡിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഓറഞ്ച് തന്നെയാണ് കേട്ടോ. ഓറഞ്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. റെഡ് ഒരുവിധം എല്ലായിടത്തും കണ്ട് മടുത്തു. എല്ലാവരുടെ കയ്യിലും റെഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഓറഞ്ചിനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ചിലപ്പോൾ കുറേ പേരുണ്ടാവാം, ഞാൻ അധികം കണ്ടിട്ടില്ല. എനിക്ക് അപ്പോൾ ഓറഞ്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ യെല്ലോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ ടൈൽസിൻ്റെ ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടാങ്ക് ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ ഷ്രിമ്പിനെ വളർത്താൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അത് ചെയ്തേ ഇല്ല, അങ്ങനൊരു പരിപാടി നടന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഷ്രിമ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുറച്ച് ക്വാളിറ്റിയിൽ വളർത്തണം എന്നുള്ളൊരു ആശയം കൊണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി 2 ടാങ്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവർ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരെ മാറ്റിയിട്ട് വളർത്തണം. അമ്മയും അച്ഛനായിട്ടുള്ള ഒരു ക്രോസിങ്, ഇൻബ്രീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് വേറെ ടാങ്കിലേക്കൊക്കെ മാറ്റി അവരെ അതിൽ വളർത്തി വലുതാക്കണം. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെയിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവരിനി ടാങ്കിലേക്ക് നമുക്ക് ഇവരെ പതുക്കെ ഇറക്കി വിടാം. കുറച്ച് നേരമായി ടാങ്കിലൊക്കെ ഇരിക്കണം. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ടാവും. ടെമ്പറേച്ചറൊന്നും കുഴപ്പമുണ്ടാകാൻ വഴിയില്ല. പതുക്കെ ടാങ്കിലേക്ക് പോയിക്കോട്ടെ. ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു പതുക്കെ ഈ ടാങ്കിൽ സെറ്റാവും. അതുപോലെ ഇവൻ തന്നിട്ടുള്ള പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ എന്തായാലും ആ പ്ലാന്റ് ഈ ടാങ്കിൽ കിടന്നോട്ടെ. പക്ഷെ ഇവർ ഇറക്കി വിടാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു. ഇവർ ഇറങ്ങി പോണില്ല. ഇറക്കി വിടാൻ കുറച്ച് പാട് തന്നെയാണ്. ഗപ്പിയൊക്കെ പോണ പോലെ പോണില്ല. എന്തായാലും ബ്ലൂ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഓറഞ്ചിനെ ഇറക്കി വിടാം. ഫോക്സ് ടെയിൽ പ്ലാന്റ് പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷാമം നമുക്കില്ല. പിന്നെ ഈ ഒരു പ്ലാന്റും ഇതിൽ കിടന്ന് വളരാണെങ്കിൽ വളരട്ടെ. പിന്നെ പ്രത്യേകിച്ച് അവർക്ക് ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിന് മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ വേറെ മീനുകളൊന്നും വളർത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഗപ്പിനെ അങ്ങനെ മേടിച്ച് ഇടണമെങ്കിൽ നമുക്ക് ഇടാം, പിന്നീട് നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഗപ്പികൾ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളെ തിന്നാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ഷ്രിമ്പിൻ്റെ കുട്ടികളെ ഗപ്പികൾ തിന്നാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇറക്കി വിട്ട ആൾക്കാർ ഇവിടെയൊക്കെ കിടന്ന് നടക്കട്ടെ. ഫോക്സ് അത്ര കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അവർ അവിടെ കിടന്ന് നടക്കട്ടെ. ഈ ടാങ്കൊക്കെ ആയിട്ടൊന്ന് പരിചയമൊക്കെ ആവാൻ കുറച്ച് സമയമൊക്കെ അവർക്ക് വേണമല്ലോ. അപ്പോൾ അവർ നടക്കട്ടെ. ഇനിയിപ്പോൾ ബ്രീഡാകുമ്പോൾ ഞാൻ ബ്രീഡായതിൻ്റെ വീഡിയോയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം കാണിച്ചു തരാം. അതുപോലെ വരെ കുഞ്ഞുങ്ങളെ നമുക്ക് വേറെ ടാങ്കിലേക്ക് മാറ്റുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വാട്ടർ ചേഞ്ചോ കാര്യങ്ങളോ നമ്മൾ ഈ ടാങ്കിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു ഓറഞ്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇരിക്കട്ടെ. ഒന്നാമത് ഇവിടെ വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ചോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഈ ടാങ്കിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുള്ള് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചുറൽ സെറ്റപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്ലൂ ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ ടാങ്കിൽ ഇവരിങ്ങനെ കിടന്ന് വളരും. ഇവർക്ക് വളരെ നാച്ചുറലായിട്ടൊരു ഫീൽ കിട്ടും. ഇവർക്ക് എന്താ പറയുക, ബ്രീഡാവാനൊക്കെ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കിടക്കുമ്പോൾ. ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റപ്പ് മതി. ഇനി കുറച്ച് വെള്ളം ഞാൻ പിന്നെ കൂട്ടി കൊടുത്തോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഒരു കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നാളെ കുറച്ച് അധികം പണികളുണ്ട് എനിക്ക്. നാളെ കുറച്ച് കൂടുതൽ ഒരു വലിയ വീഡിയോയും അടുത്തൊരു ഗിവവേയുടെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. അതുപോലെ എൻ്റെ ബാക്കിൽ കാണുന്ന പിള്ളേരൊക്കെ ഒന്ന് വലുതാവട്ടെ. നമുക്ക് അടുത്ത ഗിവവേയും കാര്യങ്ങളൊക്കെ ആ പിള്ളേരെ വെച്ച് സെറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ മേടിച്ചിട്ടുള്ള ഷ്രിംസ് അവരൊന്ന് വലുതാവട്ടെ, അവർക്ക് കുറച്ച് കുട്ടികളുണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് അവരെയും നിങ്ങൾക്ക് ഗിവവേ ആയിട്ട് ഞാൻ തരും. അപ്പോൾ നിങ്ങൾ ഗിവവേനെ കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യം. നമുക്ക് ഒരുപാട് ഗിവവേസ് ഇനി ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഗിവവേ മാത്രമായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി മെയിനായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഗിവവേസ് തന്നെയായിരിക്കും. ഒരുപാട് ഗിവവേ ചെയ്യണമെന്നുണ്ട്. കാരണം ഗിവവേസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഗിവവേ. അതുപോലെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഗിവവേ ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും ഗിവ് അവേ കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് തന്നെ ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നാളെ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. നാളെ കുറച്ച് ഏഞ്ചൽ വിഷന് വീഡിയോ ചെയ്യാനുണ്ട്. കുറച്ച് ഏഞ്ചൽ വിഷന് മേടിച്ചിട്ട് ഒരു ടാങ്കിലേക്ക് അടുത്ത ഒരു പെയർ സെറ്റ് ചെയ്യാൻ ഒരു പെയർ നോക്കണം. അങ്ങനെ ഒരു പെയർ സെറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ഗിവ് അവേ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഗിവ് അവേസാണ് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നാലേ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാനും വിജയിക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാം.